ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലാൻസർ 2002 മോഡൽ ലിമിറ്റഡ് എഡിഷൻ കാറാണ്. ഇത് പെയിൻറ്റ് നല്ലപോലെ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് നമ്മൾ റീപെയിൻറ്റ് ചെയ്യുവാണ്. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് റീപെയിൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതൊക്കെ മുമ്പ് പെയിൻറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാണ് കാറിൻ്റെ കണ്ടീഷൻ. ജസ്റ്റ് ക്ലിയർ കോട്ട് റിമൂവ് ചെയ്തേ ഉള്ളൂ. പെയിൻറ്റ് ഉൾപ്പെടെയാണ് അതിൻ്റെ റിമൂവ് ചെയ്തിട്ട് പോരുന്നത്. കാര്യം നേരത്തെ ഒന്ന് ടെസ്റ്റിന് വേണ്ടി റീപെയിൻറ്റ് ചെയ്തതാണ്. ആ സമയത്ത് അടിച്ച പെയിൻറ്റ് കുറഞ്ഞ പെയിൻ്റായിരുന്നു, മെറ്റാലിക് അല്ലായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ പുതിയതായിട്ട് കംപ്ലീറ്റ് റീപെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബമ്പറും ബോണറ്റും ഒക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അഴിച്ച് മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വണ്ടി നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം സ്ക്രാച്ചസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പേപ്പർ പിടിച്ച് ആ സ്ക്രാച്ചസൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. നല്ലപോലെ പേപ്പർ പിടിക്കുക, നല്ലപോലെ സ്മൂത്ത് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൈമർ അടിക്കുക. എപ്പോക്സി പ്രൈമറാണ് ഇത് അടിച്ചിരിക്കുന്നത്. എപ്പോക്സി പ്രൈമർ ഏകദേശം ഒരു 1.5 ലിറ്റർ പ്രൈമറാണ് അടിച്ചിരിക്കുന്നത്. പ്രൈമർ അടിച്ചു കഴിയുമ്പോഴേക്കും നമുക്കുള്ള ചെറിയ ചെറിയ ഡോട്ട് പോലും നമുക്ക് നല്ലപോലെ ക്ലിയർ ആകുന്നതാണ്. ആ ക്ലിയർ ആയിട്ടുള്ള ഡോട്ടിലൊക്കെ നമ്മൾ പുട്ടിയിട്ടിട്ട് ലെവൽ ചെയ്യുക. ഇതുപോലെ എനിക്ക് കാണാം നിങ്ങൾക്ക്, ഇത് അത്യാവശ്യത്തിൽ കൂടുതലാണ് പുട്ടി ഇടേണ്ടി വന്നിട്ടുള്ളത്. കാര്യം അതുപോലെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 20 വർഷം പഴക്കമുള്ള വണ്ടിയാണ് നമ്മളത്. അപ്പോൾ അതുപോലെ പുട്ടിയിട്ട് ഓരോ സ്ക്രാച്ചസും നമ്മൾ ലെവൽ ചെയ്തിട്ടുണ്ട്. ബോണറ്റും ബമ്പറും ഒക്കെ ഇട്ട് നല്ലപോലെ പാച്ച് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്കിയിൽ വലിയ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ടിലാണ് കൂടുതലായിട്ട് ആ പെയിൻറ്റ് മുഴുവൻ ഇളകി പോവുക ചെയ്തത്. തുരുമ്പടിച്ചിട്ട് പൊങ്ങി വരികയല്ലേ നമുക്ക്, അതുപോലെയൊക്കെ ആയിരുന്നു ഇരുന്നേച്ചത്. അത് മുഴുവൻ നമ്മൾ ചീവി കളഞ്ഞ് പഴയ പെയിൻ്റെല്ലാം കളഞ്ഞ ശേഷം നമ്മളത് പൊട്ടിയിട്ട് ലെവൽ ചെയ്ത് അതിന് ശേഷം പേപ്പറൊക്കെ പിടിച്ച് സിൽക്കി സ്മൂത്ത് എന്ന് പറഞ്ഞ പരുവത്തിലായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കുഴിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിൽക്കി സ്മൂത്തായിട്ട് നമ്മൾ പേപ്പർ പിടിച്ച് ഈ പുട്ടിയൊക്കെ എടുത്ത് കളയണം. ആദ്യം റഫായിട്ടുള്ള പേപ്പറായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. റഫ് എന്ന് പറഞ്ഞാൽ ആദ്യം 220 പേപ്പർ ഇട്ട് പിടിച്ച് ഒന്ന് റഫ് സ്മൂത്ത് ചെയ്ത ശേഷം അതിനെ നമ്മൾ 400 320 പേപ്പർ ഇട്ട് പിടിച്ച് ഒന്നുകൂടി സ്മൂത്താക്കി, അത് കഴിഞ്ഞിട്ട് 400 പേപ്പർ ഇട്ട് പിടിച്ച് സ്മൂത്താക്കി എടുക്കുക. നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല തൊട്ട് കഴിഞ്ഞാൽ കൈ ഗ്രിപ്പൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകുന്ന പരുവത്തിൽ നമ്മൾ ബഡ്ജിങ് ഒന്നും ഇല്ലാതെ എടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളൊരു കോട്ട് കൂടി പ്രൈമർ അടിച്ച ശേഷമാണ് നമ്മളത് കഴിഞ്ഞിട്ട് സർഫേസർ അടിക്കുക. സർഫേസർ അടിക്കുന്നതെന്ന് പറയുന്ന നേരത്തെ അടിക്കുന്ന കളറ് നമ്മൾ ഇപ്പോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന കളർ നീലയാണ്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ കളറിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സർഫേസർ അടിക്കുന്നത്. സർഫേസർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെള്ള സർഫേസറാണ്, വൈറ്റ് സർഫേസറാണ് ഉപയോഗിക്കുന്നത്. ആ സർഫേസർ നേസൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. നല്ല PU സർഫേസർ തന്നെയാണ്. ഇത് കറക്റ്റായിട്ട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാം സ്മൂത്തായിട്ട് പെയിൻറ്റ് ഒഴുകാത്ത വിധത്തിൽ ഗണ്ണ് കറക്റ്റ് ലെവലിൽ പിടിച്ച് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഗണ്ണ് പിടിച്ച് കറക്റ്റായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മളിതുപോലെ കറക്റ്റ് ലെവലിൽ ഒഴുകുകയോ പെയിൻറ്റ് ഒഴുകി വൃത്തികളാത്ത വിധത്തിൽ നമ്മൾ ഗണ്ണ് പിടിച്ച് കറക്റ്റായിട്ട് അടിച്ചിരിക്കുകയാണ്. എനിക്ക് പെയിൻ്റ് അടിക്കാൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ്, ജേഷ് എന്ന പേര്. അദ്ദേഹമാണ് ഇപ്പോൾ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിക്കുന്നതും കാര്യങ്ങളെല്ലാം അയാളായിരിക്കും. കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, നമുക്ക് പെയിൻ്റ് അടിച്ച എക്സ്പീരിയൻസും ഇല്ല. അനിയനെ കൊണ്ടാണ് അടിപ്പിക്കുന്നത്, അവനും എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ പോലും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ബോണറ്റും ബമ്പറും ഒക്കെ സർഫേസർ അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. വണ്ടിയുടെ പുറമേയുള്ള ആ ഒരു തരിതരിപ്പ് നമ്മളൊന്ന് പേപ്പർ ഒടിച്ച് മാറ്റിയെടുക്കുക. ഒരു 1500 പേപ്പർ ഇട്ട് നല്ല സ്മൂത്ത് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായി കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട്. ഇതാണ് നേസൻ്റെ സർഫേസർ അടിച്ചിരിക്കുന്നത്. ഇത് ഈ കിടക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ സർഫേസർ അടിച്ചു കഴിഞ്ഞാണ്. നമ്മൾ പെയിൻറ്റിങ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. പെയിൻറ്റ് PU പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മെറ്റാലിക് PU പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ബ്ലൂ കോട്ടിങ്. നമ്മളിപ്പോൾ അടിക്കാൻ പോകുന്നത് കളർ കണ്ടല്ലോ, ആ കളറാണ് ബ്ലൂ. ഇത് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പക്കയായിട്ട് നമ്മുടെ കാറ് ഫിനിഷായിരിക്കും. പ്രൈമർ ആയാലും സർഫേസർ ആയാലും പെയിൻ്റ് ആയാലും അതിൻ്റെ മിക്സിങ്ങിനൊരു യൂണിറ്റ് ഉണ്ട്. അതായത് 4:1:2
3 എന്നുള്ളത്. ഞാൻ 3 എന്ന് ഉദ്ദേശിച്ചത് ഇത് ഈസ്റ്റു കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് 4% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1% അതിൻ്റെ ഹാർഡനർ യൂസ് ചെയ്യുക. അതിനുശേഷം പെയിൻറ്റിൻ്റെ അളവ് അത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അതിൽ ടിന്നർ എന്തോരം ഒഴിക്കുന്ന ആ ഒരു രീതി അത് നമ്മൾ മാക്സിമം അധികം നേർപ്പിക്കാതെ ഒരു ഫ്ലോ കിട്ടുന്ന വിധത്തിൽ നമുക്ക് പെയിൻറ്റ് വിട്ടു പോകാത്ത വിധത്തിൽ നമ്മൾ ജസ്റ്റ് അത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടിച്ചു പോകുന്നത്. നമ്മുടെ കയ്യിരിക്കുന്ന ഗണ്ണ് വലിയ ക്വാളിറ്റിയൊന്നും ഇല്ലാത്ത ഗണ്ണാണ്. അതാണ് അത്ര നേർമയായിട്ട് വരുന്നത്. നല്ല ഗണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇത്തിരി വിരിവ് കിട്ടും. അതായത് സർഫേസ് ഇത്തിരി കവറാവും. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ കാറ് ഫുള്ള് പെയിൻറ്റ് പ്രൈമറായിട്ടുള്ള കോട്ട്, അതായത് ആദ്യത്തെ കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്യുവാണ്. ഇതിന് ശേഷം നമ്മളൊരു കോട്ട് കൂടി ഇതിൻ്റെ കൂടി കൊടുക്കുന്നുണ്ട്. അതൊന്നുകൂടി ക്ലാരിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് പെയിൻറ്റിന്. ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഏകദേശം കവർ ചെയ്ത് തന്നെ അടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് നല്ല തിക്കായിട്ട് പെയിൻറ്റ് ഒഴുകാത്ത വിധത്തിൽ അടിക്കുക. മാക്സിമം സ്മൂത്താക്കി അടിക്കുക. എല്ലായിടത്തും പെയിൻ്റ് എത്തുന്ന വിധത്തിൽ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന പെയിൻ്റാണ്. ഞാൻ ഏകദേശം 1.5 ലിറ്റർ പെയിൻറ്റ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 1.5 ലിറ്റർ പെയിൻറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് ഫിനിഷ് ചെയ്യാനുള്ള പെയിൻറ്റ് നമുക്കിത് മതി. 1.5 ലിറ്റർ പെയിൻറ്റ് കൊണ്ട് ലാവിഷാണ്. ഫുള്ളായിട്ട് അടിച്ച് കവർ ചെയ്യാം. 1.5 ലിറ്റർ പെയിൻറ്റ്, 2 ലിറ്റർ PU ടിന്നർ, അതുപോലെ തന്നെ ഹാർഡനർ എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 1 ലിറ്റർ ക്ലിയർ ആണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടിക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടിന്നറും ഹാർഡനറും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞുള്ള കിടപ്പാണ്. ഇതാണ് നമുക്കിനി ക്ലിയർ കോട്ട് അടിക്കേണ്ടത്. ഇപ്പോൾ ക്ലിയർ കോട്ട് അടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഈ പെയിൻറ്റിൻ്റെ തിളക്കം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ കോട്ട് സ്പ്രേ ചെയ്യുമ്പോഴാണ്. ഇതാണ് നമ്മളിപ്പോൾ ക്ലിയർ കോട്ട് അടിക്കുവാണ്. ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പെയിൻറ്റിന് അതിൻ്റെതായിട്ടുള്ള തിളക്കം കിട്ടത്തുള്ളൂ. ക്ലിയർ കോട്ട് 6:1:4 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് നമ്മൾ ഒഴുകാത്ത വിധത്തിൽ അടിക്കുക. ക്ലിയർ കോട്ടിൻ്റെ തിക്നെസ് ഇത്തിരി കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആയിരിക്കും. ക്ലിയർ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സ്മൂത്ത് ചെയ്ത് പോളിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ക്ലിയർ കോട്ട് എങ്ങും എത്താതിരിക്കരുത്. ക്ലിയർ കോട്ട് എത്താതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ക്ലിയർ കോട്ട് മാക്സിമം ഫിനിഷ് ചെയ്യുക. എല്ലാ ഏരിയയിലും ക്ലിയർ കോട്ട് സ്മൂത്തായിട്ട് തന്നെ എത്തിക്കുക. എങ്ങും വിട്ടുപോകാതിരിക്കുക. കാര്യം ക്ലിയർ കോട്ടാണ് കാറിൻ്റെ തിളക്കത്തെ നിശ്ചയിക്കുന്ന സാധനം. ക്ലിയർ കോട്ട് എങ്ങനെ അടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പെയിൻറ്റ് അല്പം ഒഴുകിയാലും നമുക്ക് പേപ്പർ അടിച്ച് ഒന്നുകൂടി സ്മൂത്ത് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞ സാധനം അടിക്കാതെ പോകരുത്. കാര്യം ഒരു സ്ഥലത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മ അവരെ കാണാൻ ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. ക്ലിയർ കോട്ട് അടിക്കുക. ക്ലിയർ കോട്ട് മാക്സിമം സ്മൂത്താക്കി അടിക്കുക. എനിക്ക് ഈ കാറിൻ്റെ ചിലവ് വന്നിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് വലിയ ചിലവൊന്നും വന്നിട്ടില്ല. ഞാൻ പെയിൻറ്റിങ് ഷോപ്പിൽ തിരക്കിയപ്പോഴേക്കും 20,000 രൂപ എൻ്റെ അടുക്ക പെയിൻറ്റിങ്ങിനായിട്ട് അവർ ചോദിച്ചത്. ഞാൻ തന്നെ അത് കഴിഞ്ഞിട്ടാണ് പെയിൻ്റ് അടിക്കാനുള്ള ഡിസിഷൻ എടുത്തത്. എനിക്കിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 8,000 രൂപയുടെ എക്സ്പെൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് എക്സ്പെൻസ് എനിക്ക് 8,000 രൂപയിലാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. 6,500 രൂപ സർഫേസറിനും പെയിൻറ്റിനും ക്ലിയറിനും കൂടിയായി. പിന്നെ 1.5 ലിറ്റർ പ്രൈമർ, പിന്നെ പേപ്പർ ഒരു 5 വീതം വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് വന്നിട്ടുള്ളൂ. മാക്സിമം 8,000 രൂപേനപ്പുറം പോയിട്ടില്ല. ഇത്ര കൊണ്ട് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. അടിക്കുന്ന ഈ കംപ്രസർ ഒരു ക്വാളിറ്റിയുള്ള കംപ്രസർ വാങ്ങിക്കുക. എനിക്കിപ്പോൾ വാടക എടുത്താണ് ഞാൻ ഈ കംപ്രസർ. ഡെയിലി ഒരു 200 റുപ്പീസാണ് ഇതിൻ്റെ വാടക വരുന്നത്. ഇതാണ് നമ്മൾ അടിച്ചിരിക്കുന്ന ക്ലിയർ. ഇതിൻ്റെ മിക്സിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ജസ്റ്റ് 6% ക്ലിയർ, അതിൽ 2% ഹാർഡനർ എന്നുള്ള ലെവലിലാണ്. ഹാർഡനർ അധികം വേണ്ട, നമുക്ക് കുറച്ച് മതി. ഇതാണ് ഹാർഡനർ. ഹാർഡനറും ക്ലിയറും ടിന്നറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മിക്സിങ്ങിൻ്റെ ഡീറ്റെയിൽസായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല മിക്സിങ്ങിനെ കുറിച്ച്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ അധികം ടൈമായി എന്നെനിക്കറിയാം. എന്നാൽ പോലും ഇത് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്തി ആക്കിയത്. നല്ലപോലെ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. കുറേ പോർഷൻസൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല. എല്ലാ പാർട്ടും ഞാൻ ക്ലിയറാക്കി കാണിക്കുന്നുണ്ട്. ഇത് ക്ലിയറിൻ്റെ മിക്സിംഗ് ആണ്.
ഇതാണ് ലെവല്. നമ്മൾ ക്ലിയറിലേക്ക് ഇനി ടിന്നർ ആഡ് ചെയ്യണം. ടിന്നർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി വിസ്കോസിറ്റി നമുക്ക് എന്തുമാത്രമാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ടിന്നർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ക്ലിയർ ഒന്ന് കലക്കി ഒഴിക്കുകയാണ്. തീർന്ന് ലാസ്റ്റ് സ്റ്റേജ് ക്ലിയർ അടിക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം നമ്മളതൊന്ന് ലൂസ് ചെയ്യുവാണ്. ടിന്നർ വെച്ചാണ് ലൂസ് ചെയ്യുന്നത്. അത് ലൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തോരം ആയിന്ന്. ഇത് PU ടിന്നറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. PU ടിന്നർ 1 ലിറ്ററിൻ്റെ ബോട്ടിലും കിട്ടും, പിന്നെ ലൂസാക്കി വാങ്ങിക്കാനും കിട്ടും. കടകളിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഏത് പെയിൻറ്റ് ഇതിലും കുറച്ച് രീതിയിൽ പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ്. ആസ്പ പെയിൻ്റൊക്കെ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഇത്ര എക്സ്പെൻസും കാര്യങ്ങളൊന്നും പറ്റത്തില്ല, പക്ഷെ തിളക്കം ഉണ്ടാകത്തില്ല. ഇത് ഗ്യാരൻറ്റിയാണ്, 100% ഗ്യാരൻറ്റിയാണ്. നല്ല ക്ലിയർ ആയിരിക്കും. കാര്യം ഞാനിത് വീഡിയോ ചെയ്യുന്നത് പെയിൻ്റ് അടിച്ച ശേഷം ആണ് ഡബ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പറഞ്ഞത് നല്ല ക്ലാരിറ്റിയാണ്. നിങ്ങൾ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് ഞാൻ പുറകെ ഇടുന്നുണ്ട്. AC-യുടെ വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെ എല്ലാ വീഡിയോസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. എൻ്റെ ഈ വണ്ടിയുടെ 20 വർഷം കൊണ്ടുള്ള മെയിൻ്റെനൻസ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ അനിയനും കൂടി ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അധികം എക്സ്പെൻസ് ഇല്ലാതെ ഒരു കാർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിയറിൻ്റെ ആ ഒരു വിസ്കോസിറ്റി. ഇതുപോലെ ഒരു ലൂസ് പരുവത്തിലെടുക്കുക. ഇതാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു തിളക്കം നമുക്ക് കിട്ടും. അതുകൊണ്ടും കഴിയുന്നില്ല, മെയിനായിട്ടുള്ള സ്റ്റെപ്പ് ഇനിയുമുണ്ട്. ഇനി തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിഷിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ടുള്ള കാറിൻ്റെ ആ ഒരു പൊസിഷൻ. ഇങ്ങനെ തിളക്കം ഉണ്ടാകത്തുള്ളൂ. ഓവറായിട്ട് നല്ല കണ്ണാടി പോലത്തെ തിളക്കമൊന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഒരു മങ്ങിയ തിളക്കം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ വീലിന് നമ്മൾ NC ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അലോയൊക്കെ എല്ലാം NC ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലൊക്കെ നമ്മൾ ബ്ലാക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു തിളക്കം. ഒരു മങ്ങിയ തിളക്കമായിരിക്കും, സ്പ്രെഡിങ് ആയിരിക്കും. ലൈറ്റ് നല്ല ക്ലിയറായിട്ട് പ്രൊജക്റ്റ് ചെയ്യത്തില്ല. അന്നേരമൊക്കെ ഒന്ന് പരിക്കനായിരിക്കും. ആ ഒരു പരിക്കൻ പ്രതലം നമ്മൾ പോളിഷ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതിന് മുമ്പായിട്ട് പേപ്പർ, അതായത് 2000-ൻ്റെ പേപ്പർ ഇട്ടിട്ട് നമ്മളതിൻ്റെ എഡ്ജ്, അതായത് ക്ലിയറിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എഡ്ജ് കട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഇട്ട് നല്ലപോലെ ഉരച്ച് ആ ഒരു സ്മൂത്താക്കി എടുക്കുക. ആ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തരിതിരിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് 2000-ൻ്റെ പേപ്പർ ഇട്ട് പിടിക്കുന്നത്. നല്ലപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ആ എഡ്ജ് നല്ലപോലെ പേപ്പർ ഇട്ട് ഉരച്ച് അധികം ഹാർഡായിട്ട് ഉരക്കരുത്. ക്ലിയർ കട്ടായി ഫുള്ളായിട്ട് പോകരുത്, എന്നാലും ഒരു സ്മൂത്ത് വരിക. ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ പേപ്പറും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം പേപ്പർ പിടിക്കാനായിട്ട്. പേപ്പർ പിടിക്കുക, നല്ലപോലെ പേപ്പർ പിടിച്ച് ഇതുപോലെ സ്മൂത്ത് ചെയ്തെടുക്കുക. ഇതുപോലെ പരിക്കനായിരിക്കും. പേപ്പർ പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട. നമ്മളിത് കഴിഞ്ഞുള്ള സ്റ്റെപ്പുകളിൽ നമുക്കിതിൻ്റെ ക്ലാരിറ്റി നല്ലപോലെ കിട്ടുന്നതാണ്. ഔട്ട്പുട്ട് നല്ലപോലെ ഉണ്ടായിരിക്കുന്നതാണ്. പേപ്പർ പിടിച്ചത് കാണിക്കാം. ഇത് നമ്മൾ പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാക്സാണ്. ഇത് മറൈൻ പേസ്റ്റ് ചെയ്താണ് നമ്മൾ ഫസ്റ്റായിട്ട് പേപ്പർ പിടിച്ച ശേഷം അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ വാക്സ് പോളിഷ് 3Mൻ്റെ വാക്സ് പോളിഷാണ്, ലിക്വിഡ് വാക്സ് പോളിഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണത്. വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. രണ്ടും കൂടി ഏകദേശം ഒരു 450 രൂപയിൽ നിൽക്കത്തുള്ളൂ. ഇതിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പേപ്പർ പിടിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൽ നനച്ചിട്ട് വേണം പേപ്പർ പിടിക്കാനായിട്ട്. മണ്ണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, തരിപ്പരിപ്പ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സ്മൂത്താക്കി പേപ്പർ പിടിച്ചെടുക്കുക. നല്ലപോലെ വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ പേപ്പർ മുക്കിയെടുത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്താക്കി ആ ഒരു തരിപ്പ് ഇല്ലാതെ നല്ല എഡ്ജൊക്കെ എല്ലാം നല്ല ക്ലിയറായിട്ട് കൈ വെച്ച് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല സിൽക്കി സോഫ്റ്റായിട്ട് സ്മൂത്തായിരിക്കും. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മളുടെ ആ ക്ലിയർ കോട്ടിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ലിയർ കോട്ട് അതുപോലെ കട്ട് ചെയ്ത ശേഷം വാക്സ് പോളിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് കുറച്ച് സ്പീഡാക്കാം, കാര്യം അല്ലെങ്കിൽ ഒത്തിരി ലാഗാകും. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് പേപ്പർ പിടിക്കണം. ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ എവിടെയൊക്കെ അടിച്ചിട്ടുണ്ടോ അവിടെ എല്ലായിടത്തും നമ്മളിതുപോലെ സ്മൂത്താക്കി എടുക്കുക. ശേഷം നമ്മൾ വാക്സ് പോളിഷിലേക്ക് കിടക്കുകയാണ്. മാക്സിമം സ്മൂത്താക്കിയിട്ടുണ്ട് നമ്മൾ.
ഇതുപോലെ ഇരിക്കും. ഇതാണ് നമ്മൾ വാക്സ് പോളിഷിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ മറൈൻ പേസ്റ്റ് എടുക്കുക. മറൈൻ പേസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് നിപ്പോണിൻ്റെ മറൈൻ പേസ്റ്റാണ്. ഈ പേസ്റ്റ് അതുപോലെ തന്നെ 3Mൻ്റെ ലിക്വിഡ് വാക്സ്. അതിനധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല, 550 രൂപയിലേക്കേ നിൽക്കത്തുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് പഴയ കാറുകൾ, പെയിൻറ്റ് ചെയ്യാത്ത കാറുകൾ, ക്ലിയർ മങ്ങിയ കാറുകളും നമ്മൾ പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിയർ ഇതുപോലെ ഇരിക്കും. ലാസ്റ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു പാർട്ട് പോളിഷ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയല്ലെന്ന്. നമുക്കപ്പോൾ പോളിഷ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇതെല്ലാം പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ ആദ്യം മറൈൻ പേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഒരു കോട്ടൺ വേസ്റ്റ് അധികം റേറ്റൊന്നുമില്ല, ഒരു 200 ഗ്രാം കോട്ടൺ വേസ്റ്റ് മതിയാവും. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളത് ഇതുപോലെ നമ്മൾ റൗണ്ട് സർക്കിൾ ഷേപ്പിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ സ്മൂത്ത് ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരു ഏരിയയിൽ ഒരു 20 റൗണ്ട്സ്, നമ്മൾ 20 to 25 റൗണ്ട്സ് ഒരു പോർഷനിൽ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. നമ്മൾ ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇത് നല്ലപോലെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് തീർക്കാനായിട്ട് എങ്ങനെ വന്നാലും ഒരു 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് സ്ക്രബ് ചെയ്യുക, ഉരച്ച് ആ ക്ലിയർ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഓക്കെ, ഇതുപോലെ സ്മൂത്താക്കി എടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. നമുക്കിനി ലിക്വിഡ് വാക്സ് പോളിഷ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ തിളക്കം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ തിളക്കത്തിൻ്റെ ഡിഫറൻസ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു തിളക്കം മങ്ങിയത് ഇവിടെ അധികം തിളങ്ങിയിട്ടില്ല. ലിക്വിഡ് വാക്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ലിക്വിഡ് വാക്സ് ചെയ്താൽ മാത്രമേ ആ ഒരു തിളക്കം കംപ്ലീറ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇപ്പം ജസ്റ്റ് ഒരു മങ്ങലുണ്ട്. ഓക്കെ, ആ മങ്ങൽ മാറ്റാനായിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതാണ് ലിക്വിഡ് വാക്സ് പോളിഷ്. ചെയ്യുന്നത് മറൈൻ പേസ്റ്റ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും നല്ലപോലെ എത്തണം. ഇനിയാണ് ലിക്വിഡ് വാക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 3Mൻ്റെ ലിക്വിഡ് വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. 3Mൻ്റെ ലിക്വിഡ് വാക്സ് നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഇത് എല്ലായിടത്തും നേരത്തെ കാണിച്ച പോലെ തന്നെ മറൈൻ പേസ്റ്റ് ഉപയോഗിച്ച പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എല്ലായിടത്തും നല്ലപോലെ ലിക്വിഡ് വാക്സ് എത്തിക്കുക. ഇതുപോലെ ഇത് കണ്ടോ, നല്ല തിളക്കം, നല്ലപോലെ ഡിഫറൻസ് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ തിളങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഓക്കെ, വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. ഇതിനു വേണ്ടി പോളിഷിങ് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിങ്ങും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മുടെ കാറ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 20 വർഷങ്ങൾക്ക് ശേഷം പുതിയ കളറുമായിട്ട് നമ്മുടെ ലാൻസർ 2002 മോഡൽ ലിമിറ്റഡ് എഡിഷൻ കാറ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രില്ല് NC ബ്ലാക്കാണ്, അത് നമ്മൾ ക്ലിയർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ പുതിയൊരു ഹെഡ്ലൈറ്റൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ട്, പക്കാക്കിയിട്ടുണ്ട്. ക്ലിയർ കോട്ട് എല്ലാം അടിച്ച് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങാണ് ജീവിതത്തിൽ. അതായത് ഇതൊക്കെ മുമ്പ് നമ്മൾ കാർ പെയിൻറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എന്തായാലും ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്.